ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജന്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, സയൻസിലെ ജന്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കേരള PSC ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ആൻസർ ഓപ്ഷൻ സി, ഫിറമോൺ. ഫിറമോൺ ആണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. അടുത്തത്, ശാസ്ത്രീയമായ മത്സ്യകൃഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? ശാസ്ത്രീയമായ മത്സ്യകൃഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, പിസികൾച്ചർ. പിസികൾച്ചറാണ് ശാസ്ത്രീയമായ മത്സ്യകൃഷി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പൂർണ്ണ വൃത്താകൃതിയിൽ കഴുത്തു തിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? പൂർണ്ണ വൃത്താകൃതിയിൽ കഴുത്തു തിരിക്കാൻ കഴിവുള്ള പക്ഷി. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മോങ്ങ. മോങ്ങയാണ്, അതായത് 360 ഡിഗ്രി കഴുത്ത് തിരിക്കാൻ കഴിയുന്ന പക്ഷി എന്നറിയപ്പെടുന്നത്. അടുത്തത്, മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യ മൃഗം ഏത്? മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യ മൃഗം. ആൻസർ ഓപ്ഷൻ സി, നായ. നായയാണ് മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം. അടുത്തത്, ഏറ്റവും വലിയ പ്രൈമേറ്റ് ഏത്? ഏറ്റവും വലിയ പ്രൈമേറ്റ്. ആൻസർ ഓപ്ഷൻ സി, ഗോറില്ല. ഗോറില്ലയാണ് ഏറ്റവും വലിയ പ്രൈമേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര ഏത്? ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുതിര. ആൻസർ ഓപ്ഷൻ ഡി, പ്രോമിത്തിയ. പ്രോമിത്തിയാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുതിര എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഏതിനം ജീവിയാണ് ജർമ്മൻ ഷെപ്പേർഡ്? ഏതിനം ജീവിയാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, നായ. നായയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അടുത്തത്, ഏത് അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർഡിനോമ? കാർഡിനോമ എന്നറിയപ്പെടുന്ന ഏത് അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ, ത്വക്ക്. ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറാണ് കാർഡിനോമ. അടുത്തത്, കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ എ, റെറ്റിന. റെറ്റിനയിലാണ് കണ്ണിൻ്റെ പ്രതിബിംബം രൂപപ്പെടുന്നത്. അടുത്തത്, ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ആൻസർ ഓപ്ഷൻ സി, പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് സീറോഫ്താൽമിയ എന്ന അസുഖമുണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സീറോഫ്താൽമിയ എന്ന അസുഖമുണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ എ, വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് സീറോഫ്താൽമിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. അടുത്തത്, കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേരെന്ത്? കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേര്. ആൻസർ ഓപ്ഷൻ സി, ഫ്യൂമറസ്. ഫ്യൂമറസ് ആണ് കൈമുട്ടിന് മുകളിലത്തെ അസ്ഥിയുടെ പേര്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ രക്തമാണുള്ളത്? മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ രക്തമാണുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 5. 5 ലിറ്റർ രക്തമാണ് മനുഷ്യ ശരീരത്തിൽ ശരാശരി കാണപ്പെടുന്നത്. അടുത്തത്, ഏറ്റവും വലിയ കരളുള്ള ജന്തു ഏത്? ഏറ്റവും വലിയ കരളുള്ള ജന്തു. ആൻസർ ഓപ്ഷൻ എ, തിമിംഗലം. തിമിംഗലത്തിനാണ് ഏറ്റവും വലിയ കരളുള്ളത്. അടുത്തത്, ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയാണ് ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത്. അടുത്തത്, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത്? ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, റെറ്റിനയുടെ ഏത് ഭാഗത്തിനാണ് കാഴ്ചശക്തി ഒട്ടുമില്ലാത്തത്? റെറ്റിനയുടെ ഏത് ഭാഗത്തിനാണ് കാഴ്ചശക്തി ഒട്ടുമില്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, അന്ധബിന്ദു. അന്ധബിന്ദുവിലാണ് റെറ്റിനയുടെ കാഴ്ചശക്തി ഒട്ടുമില്ലാത്ത ഭാഗമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ആൻസർ ഓപ്ഷൻ എ, ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി എന്നാണ്. അടുത്തത്, ആൽക്കഹോൾ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ആൽക്കഹോൾ ബാധിക്കുന്ന ശരീരഭാഗം. ആൻസർ ഓപ്ഷൻ ബി, സെറിബെല്ലം. സെറിബെല്ലത്തിനെയാണ് ആൽക്കഹോൾ ബാധിക്കുന്നത്. അടുത്തത്, ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് കാൽസിഫെറോൾ? ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. അടുത്തത്, കൈമുട്ടിന് താഴെയുള്ള അസ്ഥികൾ ഏതൊക്കെ? കൈമുട്ടിന് താഴെയുള്ള അസ്ഥികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, റേഡിയസ്, അൽന. റേഡിയസും അൽനയുമാണ് കൈമുട്ടിന് താഴെയുള്ള അസ്ഥികൾ. അടുത്തത്, വൃക്കയുടെ പ്രധാന ധർമ്മം എന്ത്? വൃക്കയുടെ പ്രധാന ധർമ്മം.
ആൻസർ ഓപ്ഷൻ സി വിസർജനം. വിസർജനമാണ് വൃക്കയുടെ പ്രധാന ധർമ്മം. അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി അസ്ഥിമജ്ജ. അസ്ഥിമജ്ജയിൽ വെച്ചാണ് പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത്. അടുത്തത് ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം ഏത്? ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. ആൻസർ ഓപ്ഷൻ എ എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ആണ് ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. അടുത്തത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം ഏത്? കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം. ആൻസർ ഓപ്ഷൻ എ മാംസ്യം. മാംസ്യമാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം. അടുത്തത് പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ ഏത്? പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ. ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ആദ്യമായി മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആര്? ആദ്യമായി മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആൻസർ ഓപ്ഷൻ ബി ക്രിസ്ത്യൻ ബെർണാഡ്. ക്രിസ്ത്യൻ ബെർണാഡാണ് ആദ്യമായി മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി. അടുത്തത് ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏത്? ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ ഡി എ ബി നെഗറ്റീവ്. ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് എ ബി നെഗറ്റീവ് ഗ്രൂപ്പാണ്. അടുത്തത് മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം എത്ര അടിയാണ്? മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം എത്ര അടി? ആൻസർ ഓപ്ഷൻ എ 30 അടി നീളമാണ് മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൻ്റെ നീളം വരുന്നത്. അടുത്തത് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? ആൻസർ ഓപ്ഷൻ എ 98.4. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എന്നറിയപ്പെടുന്നത് 98.4 ഫാരൻഹീറ്റാണ്. അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ആൻസർ ഓപ്ഷൻ ഡി സെറിബ്രം. സെറിബ്രമാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. അടുത്തത് സ്റ്റെൻറ്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റെൻറ്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഹൃദയം. ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് സ്റ്റെൻറ്റ് ചികിത്സ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത്? ആൻസർ ഓപ്ഷൻ സി നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ വൃക്ക. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്. അടുത്തത് ജലദോഷത്തിന് കാരണമായത് ഏത്? ജലദോഷത്തിന് കാരണമായ വൈറസ് അല്ലെങ്കിൽ രോഗാണു ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ റൈനോ വൈറസ്. റൈനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണമാകുന്ന രോഗാണു. അടുത്തത് ഹൈപ്പോകലേറിയ ഏതിൻ്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈപ്പോകലേറിയ ഏതിൻ്റെ അപര്യാപ്തതയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടതാണ് ഹൈപ്പോകലേറിയ. അടുത്തത് ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത്? ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി മിക്സഡിമ. മിക്സഡിമയാണ് ഗൾസ് രോഗം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം ഏത്? ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം. ആൻസർ ഓപ്ഷൻ ബി സിക്കിൾസൺ അനീമിയ. സിക്കിൾസൺ അനീമിയാണ് ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം. അടുത്തത് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെൻറ്റിമീറ്ററാണ്? വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെൻറ്റിമീറ്റർ? ആൻസർ ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് കണ്ണും ഒരു വസ്തുവും തമ്മിലുള്ള അകലം മിനിമം 25 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടാകണം. അടുത്തത് മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 3. 3 എണ്ണമാണ് മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം വരുന്നത്. അടുത്തത് പേശീചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശീചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് പേശീചലനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏത്? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഏതിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്? ഏതിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്? ആൻസർ ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന് മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്.
അടുത്തത് ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ആൻസർ ഓപ്ഷൻ ബി അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു ഏത്? കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു. ആൻസർ ഓപ്ഷൻ സി അമോണിയ. അമോണിയയാണ് കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു. അടുത്തത് ഏത് അവയവം നിരീക്ഷിക്കാനാണ് ഓഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ഏത് അവയവം നിരീക്ഷിക്കാനാണ് ഓഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ കണ്ണ്. കണ്ണ് നിരീക്ഷിക്കാനാണ് ഓഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഓഗസറ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓഗസറ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസയാണ് ഓക്സറ്റ് ഫീവർ എന്ന് അറിയപ്പെടുന്ന രോഗം. അടുത്തത് ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം ഏത്? ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം. ആൻസർ ഓപ്ഷൻ ബി നീല. നീല നിറമാണ് ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം വരുന്നത്. അടുത്തത് അകശേരുകികളിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജന്തു ഏത്? അകശേരുകികളിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജന്തു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒക്ടോപ്പസ്. അകശേരുകികൾ എന്ന് പറയുന്നത് നട്ടലില്ലാത്ത ജീവിവർഗങ്ങളെയാണ്. അകശേരുകികളിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജന്തു എന്നറിയപ്പെടുന്നത് ഒക്ടോപ്പസ് ആണ്. അടുത്തത് ഇരുണ്ട പച്ച നിറമുള്ള മുട്ടയിടുന്ന പക്ഷി ഏത്? ഇരുണ്ട പച്ച നിറമുള്ള മുട്ടയിടുന്ന പക്ഷി. ആൻസർ ഓപ്ഷൻ എ കിവി. കിവിയാണ് ഇരുണ്ട പച്ച നിറമുള്ള മുട്ടയിടുന്ന പക്ഷി എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ജന്തുകോശവുമായി ബന്ധപ്പെട്ട് 50 ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.